ഞങ്ങൾ ഒരു മൈസൂർ ട്രിപ്പ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇനി അതിൻ്റെ ചെറിയൊരു ബ്ലോഗ് വരും. എന്താ നമ്മൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യണത്. എന്താണെന്ന് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതൊരു രസമല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഇത്. നമ്മൾ ഈ KSRTC ബസ്സിലാണ് മൈസൂരിലേക്ക് പോകുന്നത്. കോഴിക്കോട്ട് നിന്നാണ് കയറുന്നത്. 2:39 നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊപ്പമുള്ളവരൊക്കെ നമ്മളെ ഫാമിലിയൊക്കെ ബാക്കിലുണ്ട്. സീറ്റിലുണ്ട് ഓരോരുത്തർ. ഞങ്ങളിത് അവിടുത്തെ ഒരു ട്രാവലർ ഉണ്ട്. ഈ ട്രാവലറിലാണ് മൈസൂരിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ നിന്ന ഹോട്ടലാണ് കാണുന്നത്. ഇപ്പോൾ കറങ്ങി പോന്നാലും തന്നെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഹോട്ടലിലാണ്. ഇത് നമ്മളെ ഇമ്രാൻ ഭായി, നമ്മളെ വണ്ടിയിലെ ഇവിടെ നിർത്ത ടാക്സിയിലെ ഡ്രൈവറാണ്. പഴയകാല രാജാക്കന്മാരുടെ മെഴുക് പ്രതിമയും സംഗീത ഉപകരണങ്ങളും ഇവിടെ കാണാം. പഴയ സംഗീത കലാകാരന്മാർ മെഴുക് പ്രതിമ. പാശ്ചാത്യ സംഗീത കലാകാരന്മാർ. കുട്ടികൾക്ക് കാർട്ടൂൺ കഥാപാത്രങ്ങളൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതിനൊന്നും എക്സ്ട്രാ പൈസ ഇല്ല. ഈ ടിക്കറ്റിൻ്റെ പൈസ തന്നെ ഉള്ളൂ. സൂവിലേക്ക് പോകുന്ന വഴിയാണത്.
കാട്ടുപോത്ത് 2 പൊറാട്ടയും. മക്കളെ ലഡു പൊട്ടി. മൈസൂർ പാലസിലെത്തി അവിടുത്തെ കാഴ്ചകൾ. പാലാസിൻ്റെ അടുത്തുള്ള കച്ചവടക്കാരാണ് ഇതൊക്കെ. മാങ്ങ, പേരക്ക എല്ലാം മുളകിട്ടത്. പാലസിൻ്റെ അടുത്തുള്ള ടോയ്സ് കച്ചവടമാണ് കുട്ടികളുടെ. ഇതിൽ കുറേ പുരാതന വസ്തുക്കളുണ്ട് കേട്ടോ. കൃഷ്ണസാഗർ ഡാമാണ് കാണുന്നത് കേട്ടോ. നമ്മൾ കണ്ടല്ലേ ഈ വെള്ളം കമ്മിയുള്ള ടൈമിൽ ഈ ഡാം തുറന്നിടുമ്പോൾ മീൻ ഇങ്ങോട്ട് ചാടുന്നത്, വലിയ മീനുകളൊക്കെ ചാടിയിട്ട് ആൾക്കാർ ചാടി പിടിക്കുന്നുണ്ടല്ലോ. ആ ഡാമാണത്, കൃഷ്ണസാഗർ. വൃന്ദാവൻ ഗാർഡൻ്റെ കവാടമാണ്. അണക്കെട്ടിൻ്റെ രാത്രിയിലെ കാഴ്ചകളാണിത്. അടിപൊളി ലൈറ്റൊക്കെ ഇട്ടപ്പെട്ട. ഇവിടെ കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സാധനങ്ങളാണ്. വാങ്ങി കളിക്കണം കേട്ടോ. ഇതൊക്കെ വിൽപ്പനക്കാരാണ്. അതിന് വരുന്ന വൃന്ദാവനിൽ നിന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കണ്ട ആകെ ബ്ലോക്കാണ് റോഡൊക്കെ. അപ്പം ഇതാ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വണ്ടികൾ ഇതാ വരാണ്ട്. റോഡ് തന്നെ ബ്ലോക്കാണ് മൊത്തം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം കഴിക്കുന്നത്. ചാമുണ്ടി പോകാനുള്ള ബസ്സാണ്. KSRTC സ്റ്റാൻഡാണിത്. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകാരെ കാത്തിരിക്കുന്ന കച്ചവടക്കാരാണ്. കണ്ടാ കച്ചവടം എല്ലാ ഷോപ്പിലും നല്ല കച്ചവടമാണ് ഇവിടെ. ഇതിനെന്താ റെൻ്റ് എന്നൊന്നും അറിയില്ല. ഒക്കെ ചെറിയ ചെറിയ ഈ തട്ടുകട, ചെറിയ ചെറിയ വണ്ടികൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. വീഡിയോ റൂമായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. ടെമ്പിൾസിൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണുന്നത്. കണ്ട ജനങ്ങളൊക്കെ ക്ഷേത്രത്തേക്കുള്ള ക്യൂ ആണത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്യൂ ആട്ടോ അത്. ഇതിൻ്റെ തല കിടക്കണമൊന്ന് ഇതിങ്ങനെ ഈ ഗോപുരം റൗണ്ട് അടിച്ച് വരും. അത്ര ഉണ്ട്. അത് അത്യാവശ്യം സ്ഥലമുള്ളൊരു അമ്പലമാണ്.
അമ്പലത്തിൻ്റെ ഗോപുരം കാര്യങ്ങളൊക്കെ. ഇതെങ്ങനത്തെ സംഗതി ചാമുണ്ടി? ഇത് എന്താ സാധനം? എന്താ ഇതിൻ്റെ സാധനങ്ങൾ? ഇതിൽ നവധാന്യം 9 ധാന്യങ്ങൾ. 9 ധാന്യങ്ങൾ. അത് സ്റ്റോണിലുണ്ടാകണം. 10-20 വർഷം വെച്ചാലും ഒന്നുമില്ല. വെള്ളം കൊണ്ട് കഴുകാം, നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകാം. അതുപോലെ നിങ്ങൾക്ക് അത് നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ എത്ര വർഷങ്ങളായി ചേട്ടാ? എത്ര വർഷം ഇവിടെ വിൽക്കുന്നു? 10 വർഷമായിട്ട് ഇത് വിൽക്കുന്ന ചേട്ടനാണ്. ഇത് വിൽക്കുന്ന ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? ശ്രീനാഥ്. 10 വർഷമായിട്ട് ഈ ചേട്ടൻ ഇത് വിൽക്കുന്നുണ്ട്. ഇത് നവധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ സാധനം. ഇത് എന്താ റേറ്റ്? എന്താ വരുന്നത് റേറ്റ്? 80 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ചാമുണ്ടി വിഗ്രഹം കേട്ടോ. അത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. കണ്ടില്ലേ അവരുടെ കയ്യിൽ അതൊക്കെ ഇവിടെ കിട്ടുന്നു. എത്ര ചാർജ്? ഇവിടെ റെൻറ്റിനും വസ്ത്രങ്ങൾ കിട്ടുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇവരിത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മാറി വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് സംഭവം റെൻ്റ് തന്നെയാണ്. ആ പൂവിൻ്റെ ബൊക്കെയൊക്കെ അതാ ആ ഷോപ്പാണിത്. അതിൻ്റെ അടുത്ത് തന്നെയാണിത്. ഇവിടെ നിന്നാണ് ആ റെൻറ്റിന്. ഇത് നമ്മളവിടെ കിട്ടാത്ത സംഗതി കേട്ടോ അല്ലേ? ഞാൻ ഇവിടുന്ന് നാളത്ത് കാണുന്നത് ഞാൻ എവിടെ പോയിട്ട് കണ്ടിട്ടില്ല. അത് കാണല്ലേ. അമ്പലത്തിൻ്റെ ചുറ്റോറുള്ള ഫാൻസി ഷോപ്പിലെ ഒരു ഷോപ്പാണത്. കണ്ട ബൊമ്മകളും പിന്നെ വളകൾ, മാലകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാട്ടോ. ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നാൽ തന്നെ വണ്ടി ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയിടാം കേട്ടോ. നല്ല സ്ഥലമുണ്ട്. ഇത് തണുത്ത വെള്ളം, ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്കുള്ള ക്യൂ ആണിത്. ഭക്ഷണം കഴിക്കാനുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് സംഗതി. ഭക്ഷണം ഒരു ദിവസം 1.5 ലക്ഷം ആളുകൾ. ഒരു ദിവസം ഇവിടെ 1.5 ലക്ഷം ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ട് ഇവിടെ. ഫ്രീ ആട്ടാ ഈ ഭക്ഷണം. ഇതിലൂടെയാണ് ഇറങ്ങി വരിക. വെറൈറ്റി മിഠായികളുടെ സംഭവമാട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ ഗോരികൾ, സാധനങ്ങൾ. എന്താ മുളേൻ്റെ എന്തിൻ്റെ കഷ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മുള അല്ലേ? ഓടാണ്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ പീസും കൂടി ബാലൻസ് ആക്കണില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. നല്ല മാങ്ങ മസാല, നല്ല മസാലപ്പൊടി ഇട്ടെന്നുകൊണ്ട് നമുക്ക് തരും. ഇന്ന് കരിമ്പ് ജ്യൂസ് ഇവിടുത്തെ ഒന്ന് കുടിക്കണ്ട കേട്ടോ. എന്താ നല്ല നീരുള്ള കരിമ്പ് ജ്യൂസ് പറഞ്ഞാൽ അതിൻ്റെ മധുരം ഭയങ്കര. കാരണം ഇവിടുന്ന് തന്നെയൊക്കെ വെട്ടുന്നതാണ്. അടിപൊളി മധുര. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തൊക്കെ ചെറിയ ഗ്ലൗസാണ്. പുറത്തിറങ്ങിയാൽ ഇതിലും വലിയ ഗ്ലൗസ് ഉണ്ട്. അതിനാണ് 30 രൂപ. ഇതിനും ഇവിടെ ഇതിനുള്ളിൽ വാങ്ങുന്നത് ഒരു 30 തന്നെയാണ് ഈ ഗ്ലാസ്സിൽ. ടൗണിലേക്കുള്ള KSRTC ഒക്കെ ഇതാ ഇവിടെയാണ്. ബസ് KSRTC നല്ല തിരക്കാട്ടോ. ഇത് വലിയ ബസ്സുകളാണ് KSRTCൻ്റെ. എന്താ ജനം, എത്ര ജനം ഉണ്ട് ഇറങ്ങണോ ആ അടിക്കന്നെ ജനങ്ങൾ അങ്ങോട്ട് കയറും. കർണാടക സർക്കാരിൻ്റെ ലക്ഷറി ബസ്സുകൾ ലോങ് റൂട്ടിലൊക്കെ എത്ര ബസ്സുകളാണെന്നറിയോ ഈ സ്റ്റാൻഡിൽ കിടക്കുന്നത്? ഇത് അവിടുത്തെ ഒരു തട്ടുകടയാണ്. നമ്മളെ ടാറ്റ ഐസാട്ടാ. അത് ഐസ് വൈകുന്നേരം വന്ന് നിൽക്കും. ഇതൊക്കെ ഒരു സ്വയം തൊഴിൽ. നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ കുറവാണ് ഇങ്ങനത്തെയൊക്കെ. ഇതൊക്കെ നല്ല വരുമാനം, നല്ല ടേസ്റ്റി ഭക്ഷണങ്ങളും കിട്ടുന്ന ഷോപ്പാണ്.
ഇതൊരു KSRTC സ്റ്റാൻഡിൽ കണ്ടതാണ്. ഒരു പഴയ ബസ് റെസ്റ്റോറൻ്റ് ആക്കിയത് KSRTC. മൈസൂരിൽ നിന്ന് KSRTCയിൽ കോഴിക്കോട് തിരിച്ചെത്തി. കോഴിക്കോടാണ് ഞങ്ങൾ വണ്ടി വെച്ചിരുന്നത്. KSRTCയുടെ പാർക്കിങ്ങിലാണ് ഞങ്ങൾ വണ്ടി വെച്ചിരുന്നത്. നല്ല സുഖമാട്ടോ, മഴ ഇതൊന്നും കൊള്ളൂല. നമ്മളെ വണ്ടി സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം KSRTCക്ക് ഉണ്ട്. ഇനി ഇതാ വീട്ടിലേക്കുള്ള യാത്ര.